CPM സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ആ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചയാണ്. ആ ചർച്ചകളിലൊക്കെ നടക്കുന്ന കാണുമ്പോൾ ദൈവത്തിന് നന്നായിട്ട് അറിയാം, അവരുടെ കാലിനടിയിലെ മണ്ണുകൾ ഒലിഞ്ഞൊലിഞ്ഞ് പൊലിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എതിർപ്പുകൾ പാർട്ടി പാളയത്തിൽ നിന്ന് ഉയരുകയാണ്. മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ പലയിടങ്ങളിൽ പാർട്ടി സഖാക്കൾ ചോദിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അതിക്രൂരമായ കൊലപാതകത്തിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുന്ന ദിവസമാണ്. ഇന്നൊരു മാധ്യമപ്രവർത്തകർക്ക് ഒരു വിഷയം ഇറങ്ങിയപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് പറയുന്നത് പ്രതികളുടെ പ്രതിഭാഗമാക്കിയിട്ട് പരമാവധി കൊലത്ത ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കോഴിക്കോട് TP ചന്ദ്രശേഖരൻ എന്ന പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ അതിദാരുണമായ അന്ത്യവും ആ കൊലപാതക കേസിലെ ശിക്ഷയും ആ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രിവിലേജും കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. ശരത്ലാലിനെയും കൃപേഷിനെയും അതുപോലെ തന്നെ അന്വേഷിക്കേണ്ടതായിരുന്നു. ആളുകളെ അരിഞ്ഞു വീഴ്ത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അരിഞ്ഞു വീഴ്ത്തുന്നവനെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ആരെ കൊന്നൊടുക്കിയാലും ആ കൊല്ലുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും സർക്കാർ ഖജനാവിന്റെ പണം പോലും ഉപയോഗിക്കാമെന്ന് കരുതുന്ന രാഷ്ട്രീയ ധിക്കാരം, ഇത് സമാനതകളില്ലാത്ത രാഷ്ട്രീയമാണ്. കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്ക് ബന്ധമില്ല പാർട്ടിക്ക്. പിന്നീട് പാർട്ടിയിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെയും ഗവൺമെന്റിനെയുമാണ് കേരളം കണ്ടത്. കൃപേഷിന്റെ, ശരത്ലാലിന്റെ, അരിയൽ ഷുക്കൂറിന്റെ, ചന്ദ്രശേഖരന്റെ, ഇങ്ങനെ ഒരുപാട് പേര്. ഈ പാർട്ടി സത്യത്തില് ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കപ്പെടാൻ വന്ന എല്ലാ ക്വാളിഫിക്കേഷനും അർഹിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. അല്ലാത്ത ഒരു ആർക്കിങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? കൊലപാതകം പട്ടാപകൽ നടത്തി അവസാനം കോടതി ശിക്ഷിച്ചാൽ പോലും അതിന് അപ്പീൽ പോകുന്ന പറയുന്നത്. ശിക്ഷ യഥാർത്ഥത്തിൽ കിട്ടിയില്ലാതെ കുടുംബ അപ്പീലിന് പോകുന്നത്. പാർട്ടി അവരോട് പോവാണ്, കോൺഗ്രസ് പാർട്ടി. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഇതിനെതിരെ ശിക്ഷിച്ചവർക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ട് മറ്റൊരു ഭാഗത്ത് പറയാൻ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്റെ വിരോധാഭാസം. നമ്മുടെ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും, എനിക്കറിയാം കൃപേഷിന് ശരത്ലാൽ എന്ത് നല്ല പശ്ചാത്തലം ഉണ്ടായിരുന്ന എത്ര നല്ല ചെറുപ്പക്കാർ. അവരുടെ തെറ്റെന്തായിരുന്നു സഖാക്കള്? അവർക്ക് വിശ്വാസിയല്ലായിരുന്നു, അവർ ജന്മി പ്രഭുത്വത്തിന്റെ ഭാഗമല്ലായിരുന്നു, അല്ലെങ്കിൽ അവരേതെങ്കിലും വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളായില്ലായിരുന്നു. പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാരാണ് ആ നാടിന്റെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ വായനശാലയും ലൈബ്രറിയും ഒക്കെയായി ഒരു ഗ്രാമത്തെ പിടിച്ചു നിർത്തിയിരുന്ന ചെറുപ്പക്കാർ. അവർ കോൺഗ്രസിന്റെ ശാസ്ത്രത്തെ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഒറ്റ കാരണം കൊണ്ട് അരിഞ്ഞു വീഴ്ത്താനുള്ള ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചന നടക്കുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്ന സഖാക്കൾ ഓരോ കൊലപാതകം നടക്കുമ്പോഴും സാധാരണഗതിയിൽ പണ്ടൊക്കെ തന്നെ കൊലപാതകം നടന്നാൽ കൊട്ടേഷൻ പേരുകളാണ് കൊടുക്കാറുള്ളത്. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കണ്ണൂരിലത്തെ സംഭവങ്ങൾക്ക് ശേഷം. പക്ഷെ മനസ്സിലാക്കേണ്ടത് എത്ര കുടുംബങ്ങളെയാണ് ഇവർ കണ്ണൂരിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ള കഥയെടുത്താൽ കേരളത്തിൽ CPMന്റെ രാഷ്ട്രീയ കൊലപാതകം നിന്നും മരിച്ചു വീണവരുടെ കഥയെടുത്ത് നോക്കിയാൽ, ആ കുടുംബങ്ങളുടെ കണ്ണീര് നോക്കിയാൽ, ആ കണ്ണീരിന്റെ പാപക്കലകൾ കഴുകിക്കളയാൻ അറേബ്യൻ നാടുകളിലെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നാൽ പറ്റില്ല ചെയ്യുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിരുന്നു. അതാണ് നിങ്ങളെ വേട്ടയാടുന്ന ഏറ്റവും ഉഗ്രശാപം. ഇപ്പോഴും പറയുന്നത് പാർട്ടി കുറ്റക്കാരല്ല, പാർട്ടി അവർക്ക് വേണ്ടി പാടില്ല. നവീൻ ബാബുവിന്റെ ആത്മഹത്യയാണോ കൊലപാതകമാണോ, കുടുംബം ജസ്റ്റിസിക്ക് കൊലപാതകമാണെന്നാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ആദ്യം പറഞ്ഞു ഞങ്ങൾ നവീന്റെ ഒപ്പമാണ്, പിന്നെ പറഞ്ഞു ഞങ്ങൾ കൊലയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ കണ്ടു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ശകാരിച്ചുകൊണ്ട് അവരെന്താ നവീൻ ബാബുവിന്റെ നിര്യാണത്തിൽ കുറ്റം ചെയ്ത മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് വിമർശനപരമായി സംസാരിച്ചതിനെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ശകാരിക്കുകയാണ്. എവിടെയാ മനുഷ്യത്വം? നമ്മുടെ വയനാട്ടിലെ ചെറുപ്പക്കാരൻ സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ കണ്ടതല്ലേ? സിദ്ധാർത്ഥന്റെയും നവീൻ ബാബുവിന്റെയും അരിയൽ ഷുക്കൂറിന്റെയും ചന്ദ്രശേഖരന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഉൾപ്പെടെ ഇങ്ങനെ ഒരു വലിയ നിര
അവരുടെ കുടുംബങ്ങൾ ഇവിടെ നിൽക്കും. അവരുടെ ക്ഷാമം ഈ ഗവൺമെന്റിനായിട്ടുണ്ട്. സാധാരണക്കാരുടെ ക്ഷാമം ഗവൺമെന്റിനായിട്ടുണ്ട്. ജീവിതം പുസ്തകമാക്കിയ ഭരണം, ജനങ്ങളെ കൊല്ലാത്ത ഭരണം, അതാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്.